പ്രൈസ് ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ, ആരെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയം അറിഞ്ഞൊന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലേ? പക്ഷേ നമ്മുടെ ഹൃദയം അറിയാനായിട്ട് മനുഷ്യർക്ക് പലപ്പോഴും പറ്റാറില്ല. എന്നാൽ നമ്മുടെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അല്ലേ? ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കീർത്തനം 37:4-5 കാണാനായിട്ട് പറ്റും. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ച് പോകത്തില്ല അല്ലേ? മാനസികമായി നമ്മൾ പല കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടാതെ വരുമ്പം ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട് അല്ലേ? എന്നാൽ മനുഷ്യരിൽ ഒന്നും ചിന്തിക്കാതെ, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, യഹോവയുടെ മുഖത്തേക്ക് നോക്കുന്നൊരു പ്രകാശിതര അല്ലേ? അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ച് പോകാനായിട്ട് ദൈവം സമ്മതിക്കത്തില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അല്ലേ? എത്ര വലിയൊരു ധൈര്യമാണ് നമുക്ക് ആ ഒരു വചനത്തിൽ നിന്ന് കിട്ടുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം, നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് പറ്റും, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നെന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവത്തിൻ്റെ ഹൃദയം അറിയണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് പറയുന്നത്? കാരണം ദാവീദ് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. നമുക്ക് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ നാളുകളിലൊന്ന് കൊതിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവം ആ ഒരു ലെവലിലേക്ക് ഉയർത്താനായിട്ട് ശക്തനാണ്. അപ്പോൾ നമ്മൾ മാനസികമായി ചിന്തിക്കുമ്പം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഹൃദയം അറിയുക, ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അല്ലേ? പക്ഷേ നമുക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലേ? നമ്മുടെ വീക്ക്നെസ്സസിൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ദൈവം അല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആ ഒരു ആഗ്രഹത്തെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിവർത്തിക്കാനായിട്ട് ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി പ്രാണൻ പോലും തന്ന ഒരു ദൈവമാണ് അല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ ഹൃദയം അറിയാനായിട്ട് ഈ നാളുകളിൽ ഒന്ന് കൊതിക്കാനായിട്ട് കഴിയുമോ? നമുക്ക് ദൈവം തന്ന സ്നേഹം അതേപോലെ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ടൊന്നും നമുക്ക് കഴിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഹൃദയം അറിയാനായിട്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഉള്ളൊരാഗ്രഹം, ആ ഒരു തീരുമാനം നമുക്ക് ഈ നാളുകളിൽ എടുക്കാനായിട്ട് കഴിയുമെങ്കിൽ ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കാൻ അല്ലെങ്കിൽ ബലപ്പെടുത്താനായിട്ട് നമ്മുടെ ദൈവം ശക്തനാണ് അല്ലേ? ശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു പാട്ടുണ്ടല്ലോ, പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിൽ ആരിലും മാറാത്ത സ്നേഹം, ഈ ഭൂവിൽ ആരിലും കാണാത്ത ഒരു സ്നേഹമാണ് അല്ലേ? നമുക്ക് പ്രാണൻ പോലും തന്ന ഒരു സ്നേഹം, ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് കഴിയുമോ? പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ, അങ്ങേ പിരിയില്ല യേശുവേ. ആ മാർവിലൊന്ന് ചാരാനായിട്ട് സഹായിക്കണേ.